സംസാരിക്കുന്ന വിഷയം കൂടിയാണ്. ഇപ്പോൾ വേടൻ്റെ കേസിലൊക്കെ നമ്മൾ സംസാരിക്കുകയും വേടൻ അത് കുറച്ചുകൂടെ നന്നായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല രീതിയിൽ അയാളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുമുണ്ട്. അത് പോസിറ്റീവായിട്ടും കൈകാര്യം ചെയ്യുന്നുണ്ട്, രീതിയിലും ആ ചെയ്യും. രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്നവരേറെ ഉണ്ട്. അപ്പോൾ ആ സ്പേസിൽ നിന്നിട്ട് ഈ ഡിസ്ക്രിമിനേഷൻസ്, അത് പ്രത്യേകിച്ചും ജാതി എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ മാട്രിമോണിയൽ സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി എന്നാണ് പൊതുവിൽ പറയുന്നത്. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എക്സ്പ്ലിസിറ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ, ഇല്ലെങ്കിൽ ഇത് പൊഴിഞ്ഞു പോവുമോ? പിന്നെ ഈ ജാതി പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംവിധാനത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളതും. അല്ല, ഇത് ഇത് നിലനിൽക്കും കുറേ കാലം കൂടെ. ഇപ്പോൾ മനുഷ്യൻ്റെ ഇപ്പോൾ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ പുരോഗമനപരമായിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പം ഇത് കൂടുതൽ ശക്തമാവുക ചെയ്യുന്നത്. പ്രതിരോധവും ശക്തമാകും. അപ്പോൾ ഇതുവരെ വിസ്മരിച്ച് കിടന്നവരും കൂടെ ശരിയാണല്ലോ എന്ന് ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ ഈ വിഷയങ്ങളിൽ നിന്ന് മറ്റു വിഷയങ്ങളിലേക്ക് മാറുക വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വിഷയത്തിൽ തന്നെ ഊന്നി നിന്ന് അതിനുവേണ്ടി പോരാട്ടങ്ങൾക്ക് പകരം നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ രാഷ്ട്രം പുരോഗമനപരമായ പുതിയ ചിന്തകൾ, എല്ലാവരും ഒത്തുചേർന്ന് മുമ്പോട്ട് പോകേണ്ട പുതിയ ചിന്തകളിലേക്ക് നമ്മൾ തിരിയണം. ക്രിയേറ്റീവായ, അവിടെയാണ് കലയും സംസ്കാരവും സാഹിത്യവും ഒക്കെ പോലുള്ള വിഷയങ്ങളും ആ പോസിറ്റീവ് തിങ്കിങ്ങും അത്തരം ഒത്തുചേരൽ കേന്ദ്രങ്ങളും എല്ലാം ഉണ്ടാവേണ്ടത്. എന്നിട്ട് ഈ ചിന്തയിൽ നിന്ന് നമ്മൾ മറക്കുക, അതേ പറ്റുള്ളൂ.